ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് വളരെ കുറച്ച് കാലം ആയെങ്കിലും, അതായത് 8 വർഷം കഴിഞ്ഞേ ഉള്ളൂ. അതെ. ഈ കാലയളവിൻ്റെ ഉള്ളിൽ ഒരുപാട് വാഹനങ്ങൾ ഓടിച്ചിട്ടുണ്ട് വിധം. കാരണം അതും മിക്കവാറും ഒക്കെ ലോങ് ആയിരിക്കും. കാരണം ആക്റ്റീവ് ഡ്രൈവറായിട്ട് പോകുമ്പോൾ പിന്നെ ലോങ് ട്രിപ്പുകളായിരിക്കും. ഇതുവരെ ഓടിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം ഏതാ? അതായത് ഡ്രൈവിംഗ് കംഫർട്ട് അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് ഒരെണ്ണം പറയാനാണെങ്കിൽ ആദ്യം മനസ്സിലുന്നത് ഇന്നോവ ആയിരിക്കും. ഇന്നോവ. കാരണം ഇന്നോവ നമ്മൾ ഒരു വര വിചാരിച്ച ആ വരയെ കൂടെ പോകും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഏറ്റവും കൂടുതൽ ടാക്സി ഇന്നോവ ഉള്ളതും. ഇല്ല, അത് മാത്രമല്ല അതിന്റെ വലിപ്പം ബാക്ക് സീറ്റ് കമ്പഷൻ. അതുകൂടെ മറ്റേ മോഡേൺ, കുറെ കൂടി മോഡേൺ ആയിട്ടുള്ള പറയുകയാണെങ്കിൽ ഞാൻ നിസാൻ ടൊറാനോ ഓടിച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ ഡസ്റ്ററിന്റെ ഈക്വൽ ടൊറാനോ. പിന്നെ കിയ സെൽറ്റോസ് ഓടിച്ചിട്ടുണ്ട്. കിയ സെൽറ്റോസ് കുറെ കൂടി മോഡേൺ ആയി. ടെറാനോ ഒന്നും അത്ര മോഡേൺ അല്ല. അതായത് ഐ മീൻ ലേറ്റസ്റ്റ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും അത്തരം സംവിധാനങ്ങളൊക്കെ ഉള്ള വണ്ടിയുടെ എനിക്ക് ഇന്നേ വരെ ഞാൻ ഓടിച്ചിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ് ഈ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു വണ്ടിയിൽ കണ്ടത്. അതായത് കിയ സെൽറ്റോസിൽ 360 ഡിഗ്രി ക്യാമറ വിടുക. ബാക്കി ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ടല്ലോ. അതൊക്കെ ഓക്കെ. ബാക്കി നമുക്ക് പലതും യൂസ് ഇല്ല എന്നുള്ളത് വേറൊരു കാര്യം. എന്നാലും അവിടെ ഉണ്ടല്ലോ. ഉണ്ട്, എന്നാലും യൂസ് ഇല്ല. സെൽറ്റോസ് ഓടിക്കാൻ എങ്ങനെയുണ്ട്? സെൽറ്റോസ് ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മളതിൽ റിവേഴ്സ് എടുക്കുമ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഒരു ബുദ്ധിമുട്ടായി തോന്നിയത്. അതിൽ 360 ഡിഗ്രി ക്യാമറ അത് ഓട്ടോമാറ്റിക്കലി ഓടാവും. നമ്മൾ സ്ക്രീനിൽ ഇത്രയും വലുതായിട്ട് ക്ലിയർ ആയിട്ട് ക്യാമറയിൽ കാണിക്കുമ്പോൾ നമ്മൾ അതിലേക്കൊന്ന് നോക്കി പോകും. അതിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അത് വണ്ടിയുടെ വീതി നമ്മളൊരു ഐഡിയ വെച്ചിട്ട് മിററിൽ നോക്കിയിട്ടായിരിക്കും ഓടിക്കുക. ഞാൻ അതിൽ നോക്കുമ്പോൾ എൻ്റെ ഐഡിയ ആയിട്ട് ഒരു ബന്ധവുമില്ല വണ്ടി നിൽക്കണത്. അതിൽ നോക്കണ്ട, വേറെ നമ്മുടെ 3 ഫ്രണ്ട്സ് അവിടെ ഉണ്ടല്ലോ. 3 ഫ്രണ്ട്സിൽ തന്നെ നോക്കി നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇതിലിങ്ങനെ നമ്മൾ ഇതൊരു ബേർഡ്സ് ഐ വ്യൂ ആണ് കാണിക്കുക. ഒരു കാറിന്റെ മേലെന്ന് ഒരു ഉൾക്കാഴ്ചയാണ് കാണിക്കുക. പക്ഷെ ആ ഒരു കാഴ്ച കാണുമ്പോൾ നമുക്ക് എപ്പോഴും പേടിയായി തോന്നും. ഇത് അവിടെ പിടിക്കുവോ? അല്ല, അതെന്താന്ന് വെച്ചാൽ ആകെ ഒരു തവണയാണല്ലോ ഈ സെൽറ്റോസ് ഓടിച്ചത്. അതിനോടൊരു ശീലം വരാനുണ്ടാവുമായിരിക്കും. അല്ല, ഇപ്പം ആകെ ഒരു തവണ മാത്രം ഓടിച്ച പല വണ്ടികളിലും ഈ പ്രശ്നം എനിക്ക് വന്നിട്ടില്ല. അതിലൊന്നും 360 ഡിഗ്രി ക്യാമറ ഇല്ല. ഞാൻ പറഞ്ഞത് ഈ 360 ഡിഗ്രി ക്യാമറയായിട്ട് നമുക്കൊരു ശീലം വരാനുണ്ടാവും. വണ്ടി എനിക്ക് ആ പ്രശ്നം. ആ ക്യാമറ വണ്ടിയുടെ ഡ്രൈവിംഗ് എങ്ങനെയുണ്ട്? സെൽറ്റോസ് ഡ്രൈവിംഗ് എങ്ങനെയുണ്ട്? ഡ്രൈവിംഗ് നല്ല ഡ്രൈവിംഗ് തന്നെ, കുഴപ്പമൊന്നുമില്ല. നല്ല സ്മൂത്ത് തന്നെയാണ്, നല്ല പവർഫുൾ ആണ്. പറയുന്നത് ഇന്നോവയേക്കാൾ കുറച്ചുകൂടി പവർഫുൾ ആയിരിക്കും. ഇന്നോവയേക്കാൾ പവർഫുൾ ആയിരിക്കും, പിക്കപ്പ് കൂടും. അതെ. പക്ഷെ ഇന്നോവ എനിക്ക് കുറച്ചുകൂടി ഗ്രിപ്പി ആയിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നി. വണ്ടി വെയിറ്റ് കൂടുതലാണ്. അത് ഡീസൽ തന്നെയായിരുന്നു. അത് ഡീസൽ എഞ്ചിനാണ്. അതുകൂടാതെ ഷാസി ആണെങ്കിലും ബോഡി ആണെങ്കിലും എല്ലാം വണ്ടിയാണ്. കറക്റ്റ് ഒരു എയറോഡൈനാമിക് പ്രൊഫൈലും ആണ്. കാരണം ഒരു പക്ക SUV അല്ലല്ലോ, ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ആണ്. ഒരു കറക്റ്റ് എയറോഡൈനാമിക് പ്രൊഫൈലും ആണ് അതിന്. അത് കാരണം നല്ലൊരു ഗ്രിപ്പി ആയിട്ടൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിലത്തോട് ഇങ്ങനെ പറ്റിച്ചേർന്ന് പോണ പോലെ. കാരണം നമുക്ക് വളവൊക്കെ നല്ല ടൈറ്റ് ആയിട്ട് വളച്ചെടുക്കാനും, അതുപോലെ നമ്മൾ ബ്രേക്കിങ്ങും അല്ല ഏതാണെങ്കിലും. ഞാൻ ഓടിച്ചാൽ ഇത്തിരി പഴയ വണ്ടിയാണ്, ABS ഒന്നുമല്ല. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു ഗിയറിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ. പക്ഷെ അത് കറക്റ്റ് ആ ഒരു ഇതിൽ നിൽക്കണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിസാൻ എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടി? നിസാൻ നല്ല വണ്ടിയായിരുന്നു, അത് നല്ല പവർഫുൾ ഉണ്ടായിരുന്നു. അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഓടിച്ച ആക്ച്വലി ഒരു പ്രശ്നമുള്ള വണ്ടിയാണ്. അതായത് അതിന്റെ ഓണർ സേലത്ത് നിന്ന് ഇങ്ങോട്ട് ഓടിച്ച് വന്നതാണ്. പിറ്റേ ദിവസം ഒരാളെ പിക്ക് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് എറണാകുളത്ത് പോകണം. പക്ഷെ തലേ ദിവസം രാത്രി ഉറക്കൊഴിച്ച് വന്നുകൊണ്ട് പുള്ളിക്ക് ഓടിക്കാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. വരുന്ന വഴിക്ക് പുള്ളിയുടെ റൈറ്റ് സൈഡ് മിറർ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. റൈറ്റ് സൈഡ് മിററില്ലാതെയാണ് ഞാൻ ഓടിച്ചത്. പക്ഷേ എനിക്ക് റിസ്ക് ഒന്നും തോന്നിയില്ല. ഒരു കാര്യമുണ്ട്, ഈ ലെഫ്റ്റും റൈറ്റും മിററൊക്കെ ഒരു 10-30 കൊല്ലത്തിന് ഇപ്പുറത്തോട്ടേ ഉള്ളൂ. അതെ. എന്റെയൊക്കെ അച്ഛൻ്റെ, നിന്റെ അപ്പൂപ്പന്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, പഴയ സ്റ്റാൻഡേർഡ് പെനന്റ്, അതുപോലെ പഴയ അംബാസഡേഴ്സ്. ഇതിലൊക്കെ അകത്തുള്ള ഒറ്റ മിററേ ഉള്ളൂ, ഇതിന്റെ സൈഡിലൊന്നും മിററൊന്നുമില്ല. അത് അതിൽ നോക്കി മാത്രമാണ് അന്ന് ഡ്രൈവിംഗ്. റിവേഴ്സ് എടുക്കുന്നത് പോലെ ഈ പറഞ്ഞ രീതിയിൽ ആ ഒരു മിറർ നോക്കിയിട്ടാണ് എന്നുള്ളതാണ് അന്നത്തെ. റൈറ്റ് സൈഡ് മിററിൽ ലെഫ്റ്റ് സൈഡാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. അല്ല, ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന മിറർ അത്യാവശ്യമാണ്. റൈറ്റ് സൈഡ് ബാക്ക് വല്ല വണ്ടിയും വരുമ്പോ പെട്ടെന്ന് അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നമുക്ക് പെരിഫറൽ വിഷനിൽ കുറച്ചെങ്കിലും കാണും, പിന്നെ മെയിൻ മിററിലും കാണും. റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് തല തിരിച്ച് നോക്കാം. അതുകൊണ്ട് അതത്ര വലിയ പ്രശ്നമില്ല. പിന്നെ MBD കാണാതിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് പുള്ളി ആ പൊട്ടിയ മിററും പുള്ളി തന്നെ വെച്ചിട്ടുണ്ട്. തലേ ദിവസം വരുന്ന വഴിക്ക് LNT ബൈപ്പാസ് വെച്ചിട്ടൊരു കാർ ഓപ്പോസിറ്റ് പോയിട്ട് അടിച്ചിട്ട് പോയതാണ്. LNT ബൈപ്പാസ് ഒക്കെ ശരിക്കും കൂട്ടേണ്ട സമയം ശരിയാണ്. കാരണം 30 കൊല്ലത്തിന് മേലെ ബൈപ്പാസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം കടകൾ തിരക്കുകളില്ലെങ്കിലും വീതി വളരെ കുറവാണ്. അതുകൊണ്ട് ഏറ്റവും ചരക്ക് വണ്ടികളെല്ലാം പോണ വഴി. അത് വന്ന കാലത്ത് അത് ആറ്റായിരുന്നു. ഇപ്പൊ ട്രാഫിക് എത്ര കൂടി? ട്രാഫിക് എല്ലാം മെയിൻ ലോറികൾ പോണ വഴിയുമാണ്. അപ്പൊ കാരണം പിന്നെ ഒരു ഫോർഡ് എക്കോസ്പോർട്ട് ഓടിച്ചിട്ടുണ്ടായിരുന്നു. എക്കോസ്പോർട്ട് എപ്പോഴും ഞാൻ ഫുൾ ലോഡിലായിരുന്നു എനിക്ക് പോവുക, അതിൻ്റെ ബൂട്ടായാലും എല്ലാം. പക്ഷെ അത് ഒരു നോർമൽ, അതിൻ്റെ വലിപ്പം നമുക്ക് ഓടിക്കുമ്പോൾ ഫീൽ ചെയ്യില്ല.
ഓടിക്കുമ്പോൾ ഒരു ചെറിയ വണ്ടി പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പവർ കുഴപ്പമില്ല. പിന്നെ ഓടിച്ച് ഏറ്റവും പവർഫുൾ സെൽറ്റോസ് ആയിരിക്കും അല്ലേ? ഓടിച്ചതിൽ ഏറ്റവും പവർ വെച്ച് നോക്കുമ്പോൾ സെൽറ്റോസ് ആയിരിക്കണം. ഐ മീൻ പിക്കപ്പ് ഫീൽ ചെയ്യുന്നത് ആയിരിക്കണം. ആയിരിക്കണമെന്നോ? ഓടിച്ച ആൾക്ക് ഉറപ്പൊന്നുമില്ലേ? കാരണം ഓടിച്ച എല്ലാ വണ്ടിയും പലതും ഞാൻ വിട്ടു പോകുന്നുണ്ട്. എക്കോ സ്പോർട്ട് തന്നെ ഓടിച്ച കാര്യം ഇപ്പോൾ ഓർമ്മിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത്. ഇനി ഇതൊന്നും അല്ല, ഇതിനേക്കാൾക്ക് വലിയൊരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് 6 മണിക്കൂർ കൊണ്ട് പാലക്കാട് എത്തിച്ചല്ലോ. പോളോ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? പോളോ വളരെ രസമായിരുന്നു ഓടിക്കാൻ. കാരണം അത് ചെറിയൊരു വണ്ടിയാണ്. ആ ചെറിയ വണ്ടിയിൽ നല്ലൊരു എഞ്ചിനും ഗംഭീരമായിട്ടുള്ള ഗിയർ ബോക്സും ഹാൻഡിലിംഗ് ആണ് ഗംഭീരം. പക്ഷെ അതിന് ആകെ ഒരു ഇതുള്ളത് മാനുവൽ ആയിരുന്നു, ഓട്ടോമാറ്റിക് ആയിരുന്നു? എനിക്ക് മാനുവലാണ് എപ്പോഴും. അല്ല, ഓടിച്ചത് ഏതാണെന്നാണ് ചോദിച്ചത്. മാനുവൽ ആയിരുന്നു. അപ്പോൾ അതിന് ആകെ ഒരു ലേണിംഗ് കർവ് ഉള്ളത് ഇൻഡിക്കേറ്ററിന്റെയും വൈപ്പറിന്റെയും പൊസിഷൻസ് സ്വാപ്പിലാണ്. അത് ശരിക്കും യൂറോപ്യൻ നമുക്ക് സാധാരണ റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ, ലെഫ്റ്റ് സൈഡിൽ വൈപ്പറും ഉള്ളൂ. അതിൽ നേരെ തിരിച്ചാണ്. അപ്പൊ നമുക്ക് തുടക്കത്തിൽ പലപ്പോഴും ഇൻഡിക്കേറ്റർ ആണെന്ന് പറഞ്ഞ വൈപ്പർ ആയിരിക്കും ഇടുക. അങ്ങനെ ഒരു റിവേഴ്സ് ഗിയർ അത് നമുക്ക് അത്ര വലിയ പ്രശ്നം ഫീൽ ചെയ്യില്ല. നമ്മൾ റിവേഴ്സ് ആകുമ്പോൾ നോക്കിയല്ലേ ഇടുള്ളൂ. അതത്ര ഇതാണ് നമ്മൾ അറിയാതെ ഇട്ട് പോവുക. അത് പിന്നെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. തിരിച്ചു വരുന്ന വഴിക്ക് നല്ല ഡ്രൈവ് ആയിരുന്നു, നല്ല വഴിയുമാണ്. എന്നുവെച്ചാൽ എല്ലാ ഭാഗത്തും 3 വേ ആണ്, 3 ലൈൻ ഉണ്ടാവും. ചില ഫ്ലൈ ഓവറുകളിൽ 4 ലൈനും ഉണ്ടാവും. ഫ്യൂച്ചർ പ്രൂഫ് ആക്കാൻ വേണ്ടി ഫ്ലൈ ഓവറുകൾ ഓൾമോസ്റ്റ് ഫുള്ളും. സേലം വരെ അങ്ങനെയാണ്. സേലത്തിന് ഇങ്ങോട്ട് 2 ലൈൻ, ഫ്ലൈ ഓവറുകളിൽ 3 ലൈൻ, അങ്ങനെയാണ്. പിന്നെ അവിടെയൊക്കെ പൊതുവെ എന്താണെന്ന് വെച്ചാൽ ഇത്ര കൺജസ്റ്റഡ് ട്രാഫിക് ആയിരിക്കും. കൺജസ്റ്റഡ് ട്രാഫിക് അല്ല ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ. പക്ഷേ മനുഷ്യരുടെ ഡ്രൈവിംഗ് സെൻസ് എന്നുള്ള സംഭവമാണ് ഗംഭീരം. അതായത് പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഫ്ലൈ ഓവറുകളിൽ 4 ലൈൻ ആയിരിക്കും. 4 ലൈനിൽ 4 ലോറി നിരന്ന് പോകുന്നുണ്ട്. ശ്രീ ബൈജു എന്നാലും എപ്പോഴും പറയാറുണ്ട്, ലൈൻ ട്രാഫിക് എന്താണെന്ന് അന്നും ഇന്നും എത്ര ഗംഭീര റോഡുകൾ വന്നാലും ലൈൻ ട്രാഫിക്കും ട്രാഫിക് മര്യാദകളൊന്നും പിന്നെ നമുക്കൊന്നും ബാധകമല്ലല്ലോ. പിന്നെ ആ ലോറികൾ ഇങ്ങനെ ഇടയ്ക്ക് പോകുന്ന ഒഴിച്ചാൽ പൊതുവേ ട്രാഫിക് കുറവാണ്. അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് വേഗതയിൽ പോകാനും പറ്റും. ഞാൻ അവിടുന്ന് വരുമ്പോൾ ആക്ച്വലി ഞങ്ങളൊരു 3 കാറുണ്ടായിരുന്നു. ഞാൻ ഈ പോളോയിൽ ഒരു സ്കോഡ, ഒരു ഓടി, 3 ഒരേ കുടുംബത്തിൽ നിന്ന് വന്ന കാറുകൾ തന്നെയാണ്. കുടുംബത്തിനാണെങ്കിൽ ഉള്ളതിൽ ചെറുതാണ്. പക്ഷെ ഞങ്ങളിങ്ങനെ ഒരേ ലെവലിൽ ഇങ്ങനെ വരികയാണ്. അതായത് ഞാൻ അവരെ ഓവർടേക്കും, അവരെന്നെ ഓവർടേക്കും. അടുത്ത ലോറി വരുമ്പോൾ ലോറിയുടെ ബാക്കിൽ പെടുമ്പോൾ അടുത്ത ആൾ അവരെ ഓവർടേക്കും. അങ്ങനെ ഞങ്ങൾ ഒരേ ലെവലിൽ ഏകദേശം കോയമ്പത്തൂർ വരെ എത്തി. ഏകദേശം ബാംഗ്ലൂർ കഴിഞ്ഞ് ഒരു ഹൊസൂര് ഒക്കെ എത്തിയപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് മീറ്റ് ചെയ്തത്. പിന്നെ അവിടുന്ന് ആക്ച്വലി 3ന്റെ ഒരു മാക്സിമം സ്പീഡിൽ തന്നെ വരുന്ന രീതിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. മാക്സിമം സേഫ് സ്പീഡ്. കാരണം ഓടിയുടെ നഗരം മാക്സിമം സ്പീഡ് ഇതിനേക്കാൾ വളരെ കൂടുതലാണ്. 200-250 ഒക്കെ പോകാൻ പറ്റും. പക്ഷെ മാക്സിമം സേഫ് സ്പീഡ് ആ വണ്ടികൾ ഓടിച്ചിട്ടുണ്ട്. ഓടി, ബെൻസ്, BMW അതൊന്നും ഓടിച്ചിട്ടില്ല. അത് 3 ഓടിച്ചിട്ടില്ല. ഓക്കെ, അത് വലിയ ലക്ഷറീസ് ആൾക്കാരൊന്നും ഓടിച്ചിട്ടില്ല. സമയമുണ്ടല്ലോ, ആകെ കുറച്ച് കാലമല്ലേ ആയുള്ളൂ. ഞാൻ കിടക്കുന്ന സമയം മുന്നോട്ട്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള മാരുതിയുടെ വാഹനങ്ങൾ സ്വന്തമായിട്ടെന്നുള്ളത് കൂടാതെ ആക്റ്റീവ് ഡ്രൈവറായിട്ട് ഓടിച്ചിട്ടുള്ള വണ്ടികൾ ഏതൊക്കെയാണ്? അത് നിറയുണ്ട് ആക്ച്വലി. ഇഗ്നിസ് ഓടിച്ചിട്ടുണ്ട്, 800 ഓടിച്ചിട്ടുണ്ട്, ഓൾട്ടോ ഓടിച്ചിട്ടുണ്ട്, ഓൾട്ടോ കേറ്റൻ ഓടിച്ചിട്ടുണ്ട്, വാഗണർ ഓട്ടോമാറ്റിക് AMT ഓടിച്ചിട്ടുണ്ട്. ഇത്രയും വണ്ടികൾ ഓടിച്ചതിൽ ഏറ്റവും ഗംഭീര വണ്ടി ഏതാ മാരുതിയുടെ വണ്ടികളിൽ? കോൺട്രവേഴ്ഷ്യലാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല പവർഫുൾ ആയിട്ടുള്ള ഇന്നോവ, അതുപോലെ പോളോ, അങ്ങനെയുള്ള വണ്ടികളാണ്. ബട്ട് മാരുതിയിൽ എനിക്ക് ഓടിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു പഴയ 800 കാർ. അങ്ങനെ കളിക്കാൻ ഭയങ്കര ഡ്രൈവിംഗ് കംഫർട്ട് ഏതാണെന്നാണ് ചോദിച്ചത്. എനിക്ക് സത്യം പറഞ്ഞാൽ കംഫർട്ടിന്റെ പൊതുവെ മാരുതിയുടെ ഡ്രൈവിംഗ് കംഫർട്ട് മോശമാണ്. ഇഗ്നിസ് ആണ്. പിന്നെ ഇഗ്നിസിനേക്കാൾ പവർഫുൾ ആയിരിക്കും എർട്ടിഗ. ബട്ട് എർട്ടിഗ എനിക്ക് എപ്പോഴും ഒരു പ്രശ്നം തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ അതിന്റെ സീറ്റിംഗ് പൊസിഷൻ ഒരിക്കലും നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ അല്ല. അതായത് ലെഫ്റ്റ് ഫ്രണ്ട് വ്യൂ അതിന് കറക്റ്റ് അല്ല. അതിന്റെ സീറ്റിംഗ് പൊസിഷൻ ഒരു പ്രശ്നമുണ്ട്. അത് എനിക്ക് മാത്രമല്ല, ഡ്രൈവർ സീറ്റ് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താലും ആ കാറിന്റെ ഓണർ ആയിട്ടുള്ള എന്റെ തോമസ് സാറും അത് പറയാറുള്ളതാണ്. എൻ്റെ കരാട്ടെ ക്ലാസ്സിൽ തന്നെ വേറൊരു പയ്യൻ അത് ഓടിച്ചിട്ട് ഫ്രണ്ട് ലെഫ്റ്റ് ഹെഡ്ലൈറ്റ് മുഴുവൻ അടിച്ച് കളയുകയും ചെയ്തിട്ടുള്ളതാണ്. കാരണം ആ വണ്ടിക്ക് അതൊരു പ്രശ്നമാണ്. പക്ഷെ നമ്മൾ നോക്കി ഓടിക്കണം. എർട്ടിഗ ആയിരിക്കും മാരുതി ഞാൻ ഓടിച്ചതിൽ ഏറ്റവും പവർഫുൾ മിക്കവാറും. ബട്ട് എനിക്ക് ആ ഒരു പ്രശ്നം, അതായത് ഇതിൻ്റെ ഒരു ഇപ്പോൾ വാഗണറിനടക്കം ആ ഒരു പ്രശ്നമുണ്ട്. പുതിയ വാഗണറിനും എനിക്കറിയാം. കാരണം നമുക്ക് സ്വന്തമായിട്ട് പഴയ വാഗണറിനും ആ പ്രശ്നമുണ്ട്. പുതിയ വാഗണർ, അതായത് ഫ്രണ്ട് ലെഫ്റ്റ് വ്യൂ, അതായത് ബാക്കി പല വണ്ടികളിലും നമ്മൾ വിചാരിക്കണം അതായത് ശരിക്കും വണ്ടികൾ ഡിസൈൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അതായത് ഏകദേശം ആ സ്ക്രീനിന്റെ ഒരു ഇന്ന ഭാഗത്തായിരിക്കും ലെഫ്റ്റ് കോർണർ എന്നുള്ള രീതിയിലായിരിക്കും വണ്ടികൾ ഡിസൈൻ ചെയ്യുക. പക്ഷെ മാരുതിയിൽ അതൊരു പ്രശ്നമാണ്. അത് പ്രശ്നമില്ലാത്ത ആകെ ഒരു 2 മാരുതി കാർ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന് 800, പഴയ 800. കാരണം അതിൽ ബോണറ്റ് തന്നെ നമുക്ക് കാണാം, ബോണറ്റിന്റെ എഡ്ജ് തന്നെ കാണാം. അതുകൊണ്ട് അതിൽ നമുക്ക് ജഡ്ജ്മെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഒട്ടുമില്ല. പിന്നെ ഒന്ന് ഇഗ്നിസിൽ അത്ര വലിയ പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ കുറെ കൂടി മോഡേൺ ഡിസൈൻ ആണല്ലോ ഇപ്പൊ നിർത്തിയെന്ന് കേട്ടു ഇഗ്നിസ്. ഇഗ്നിസ് മാരുതി തമ്മിൽ ഭേദം ഇഗ്നിസ് ആണെന്ന് ഞാൻ പറയും. ഈ വാഗണർ ഓട്ടോമാറ്റിക് ഓടിച്ചിട്ടുണ്ടല്ലോ, ഹൗ ഇസ് ദ ഫീലിംഗ് ഓഫ് ഓട്ടോമാറ്റിക്? ഭയങ്കര മോശം ഫീലിംഗ് ആണ്.
അല്ല അത് ശീലമില്ലാത്തോണ്ടായിരിക്കും. നേരത്തെ കിയയുടെ കാരണം ഇതൊക്കെ ഞാൻ കൂടുതൽ ഓടിച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് AMG ആണ്. ഇപ്പോൾ ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ശ്രീ ബൈജോന്നാരൊക്കെ പറയാറുണ്ട് ഇന്നത്തെ ഇനി അങ്ങോട്ടുള്ള ഓട്ടോമാറ്റിക് യുഗമായിരിക്കും എന്നാണ് പറയാറുള്ളത്. അങ്ങനെ പറയുമെങ്കിൽ എനിക്ക് ക്ലച്ച് വെട്ടി കയറി മാറ്റാൻ തന്നെയാണ് ഇഷ്ടം. അല്ല അത് അദ്ദേഹത്തിന്റെ ഈ വീഡിയോയിലൊക്കെ വരുന്ന കുറെ ആൾക്കാർ അങ്ങനെ ഉണ്ട്. ക്ലച്ച് വെട്ടി ഗിയർ മാറ്റിയാൽ കയറി മാറ്റുക വെച്ചാൽ അതിന്റെ ഒരു ഫീൽ തന്നെയാണ്. അതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അതായത് ഇപ്പോൾ ABS വരുന്നതിന് മുമ്പ് നമ്മൾ ബ്രേക്ക് ഏതൊരു വണ്ടി സ്പീഡിൽ പോകുമ്പോൾ ഇത്രയും വെയിറ്റ് ഉള്ള ഒരു വണ്ടിയാണ് പോകുന്നത്. നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് അടിച്ചാൽ സ്കിഡാവാതെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് എഞ്ചിൻ ബ്രേക്കിങ്ങിലാണ്. അത് നമ്മുടെ ഇടത്തെ കയ്യിൽ ആ കൺട്രോൾ നിൽക്കും. മാനുവൽ ഗിയർ ബോക്സ് ആണെങ്കിൽ. ഓട്ടോമാറ്റിക് ആണെങ്കിൽ അത് നമ്മൾ വണ്ടിക്ക് വിട്ടു കൊടുക്കണം, നമുക്കതൊരു കൺട്രോൾ ഇല്ല. പ്രത്യേകിച്ച് AMG ആകുമ്പോഴും അത് ഭയങ്കര പ്രശ്നം തന്നെയാണ്. എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഓടിക്കാത്തതുകൊണ്ട് എനിക്ക് പകുതി വണ്ടിക്ക് വേണം, പകുതി നമുക്ക് വേണം. പക്ഷെ അത് എവിടെയാണ് അതിന്റെ മാർജിൻ എന്നുള്ളത് ആർക്കും അറിയില്ല. അതായത് നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് ആക്സിലേറ്റർ കൊടുക്കുമ്പോഴാണ് വണ്ടി ഗിയർ ഷിഫ്റ്റ് ചെയ്യുക. അത് എപ്പോൾ ചെയ്യുന്ന വണ്ടിക്കും അറിയില്ല, നമുക്കും അറിയില്ല. ചിലപ്പോൾ നമുക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് തോന്നും, നമ്മൾ കാലെടുക്കും, വണ്ടി ചിലപ്പോൾ ഷിഫ്റ്റ് ചെയ്യില്ല. ചിലപ്പോൾ നമുക്ക് ഷിഫ്റ്റ് ചെയ്യണ്ടെന്ന് തോന്നും, ചിലപ്പോൾ ഒന്ന് ഓവർടേക്ക് ചെയ്യുന്ന സമയമൊക്കെ ആയിരിക്കും. അത് ഷിഫ്റ്റ് ചെയ്യാതെ തന്നെ കയറി പോകും തോന്നും, ഡൗൺ ഷിഫ്റ്റ് ചെയ്യാതെ തന്നെ കയറി പോകും തോന്നും. പാഡിൽ ഷിഫ്റ്റേഴ്സ് പ്ലസും മൈനസും ആണ്. അത് പക്ഷേ ഭയങ്കര അനോയിങ് ആണ്. കാരണം നമ്മൾ ഇവിടുന്ന് വലിച്ച് മാനുവൽ മോഡിൽ ഇട്ടിട്ട് പ്ലസും മൈനസും ഷിഫ്റ്റ് ചെയ്യണം. തിരിച്ച് തനിയെ ഓട്ടോമാറ്റിക് മോഡിലേക്ക് പോകില്ല. നമ്മൾ ചിലപ്പോൾ ഒന്ന് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാനുവലിൽ ഇട്ടിട്ട് ഡൗൺ ആയിരിക്കും ചെയ്യുക. ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് വിട്ടു പോകും. നമ്മൾ സാധാരണ പോലെ വീണ്ടും ആക്സിഡൻറ്റ് എടുക്കുമ്പോൾ വണ്ടി ന്യൂട്രലായിരിക്കും. പിന്നെ ആദ്യം മാനുവൽ ന്യൂട്രലാവും. അതായത് നമ്മുടെ സാധാ വണ്ടിയുടെ തേർഡിന്റെ പൊസിഷനിലാണ് ഓട്ടോമാറ്റിക്. സെൻറ്ററിൽ ന്യൂട്രലിന്റെ പൊസിഷനിൽ തന്നെയാണ് ന്യൂട്രൽ. പ്ലസും മൈനസും കിടക്കുന്നത് 5ന്റെയും റിവേഴ്സിന്റെയും പൊസിഷനിലാണ്. നമുക്ക് പ്ലസ് ചെയ്യണമെങ്കിൽ അവിടുന്ന് ന്യൂട്രലിൽ കൊണ്ടുവന്നിട്ട് മാനുവൽ മോഡിലേക്ക് ഇട്ടിട്ട് 5ന്റെ പൊസിഷനിലേക്ക് കൊണ്ടുവരണം. പ്ലസ് മൈനസിനാണെങ്കിൽ റിവേഴ്സിന്റെ പൊസിഷനിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ സെൻറ്ററിലാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ മാനുവലിലേക്ക് കൈ വെച്ചോണ്ടിരുന്നാലേ അവിടെ നിൽക്കുള്ളൂ. അല്ല, നമ്മൾ ഇവിടുന്ന് തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ സെൻറ്ററിലാണ് നിൽക്കുക. തേർഡിന്റെ പൊസിഷനിലാണ് ഡ്രൈവ്. അതെ, ഓട്ടം പറയുന്നത് പ്ലസോ മൈനസോ കൊണ്ടുവന്നിട്ട് അവിടെ കൈ വെച്ചോണ്ടിരിക്കും. അവിടെ വെച്ചോണ്ടിരിക്കും. വിട്ട് കഴിഞ്ഞാൽ നടുക്ക് റൈറ്റ് സൈഡ് സെന്ററിലല്ല നിൽക്കുക, റൈറ്റ് സൈഡിൽ തന്നെ മിഡിൽ വന്ന് നിൽക്കും. അപ്പൊ പ്ലസോ മൈനസോ ഏത് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാന്നുള്ള ഒരു ഇതിൽ അങ്ങനെയാണ് അതില്. അതിനോടൊരു ശീലം തന്നെ വരണം. ശീലം വന്നാൽ പോലും പലപ്പോഴും നമ്മളിപ്പോ പെട്ടെന്ന് ഒരു ഹൈവേ കൂടെ ഓവർടേക്ക് ചെയ്യണം, നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാതെ തന്നെ ഓവർടേക്ക് ചെയ്യാൻ പറ്റും, നമുക്കൊരു ഫീൽ കിട്ടുമല്ലോ. നമ്മൾ മെല്ലെ ആക്സിലേറ്റർ കൊടുക്കുന്നു, പെട്ടെന്നാണ് വണ്ടി ഡൗൺ ഷിഫ്റ്റ് ചെയ്തു, അതിന് തോന്നി നമുക്കൊന്ന് ഡൗൺ ഷിഫ്റ്റ് ചെയ്തേക്കാം, ആശാൻ ആക്സിലേറ്റർ കൊടുക്കല്ലേ എന്ന് പറഞ്ഞാൽ ഒരു ഡൗൺ ഷിഫ്റ്റ് ചെയ്യും, ഒരാവശ്യമില്ലാതെ. അതൊക്കെ അനോയിങ് ആയിട്ട് തോന്നാറുണ്ട്. AMGയിലൊക്കെ പലതിലും അല്ല, AMG അല്ലാത്ത പുതിയ മോഡേൺ ഗിയർ ബോക്സിലും പലതിലും ഷിഫ്റ്റിങ്ങേ അറിയില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇലക്ട്രിക് ഒക്കെ പോണ പോലെയാണ്, ഷിഫ്റ്റിംഗ് അറിയില്ല എന്നൊക്കെ. ഇലക്ട്രിക് കാർ ഓടിച്ചിട്ടില്ല. ഓക്കെ. പിന്നെ സ്വന്തമായിട്ട് 7 കൊല്ലം ഒരു സാൻഡ്രോ ഉപയോഗിച്ചിരുന്നില്ല, അതിന്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്താണ്? ജഡ്ജ്മെന്റ്, ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് നല്ലതാണ്. ശരിക്കും ഇന്നോവേറ്റർ അനിയനായിട്ട് കൂട്ടാം. ഇന്നോവേറ്റർ അത്ര പവർഫുൾ അല്ലെങ്കിലും ഇന്നോവേറ്റർ അനിയൻ. അല്ല, ഇന്നോവേറ്റർ അത്ര പവർഫുൾ അല്ലെങ്കിലും വണ്ടി അത്രയല്ലേ ഉള്ളൂ. കാരണം എന്റെ അനുഭവത്തിൽ ഈ പറഞ്ഞ രീതിയിൽ ഡ്രൈവബിലിറ്റി, അതായത് ഇന്നോവേറ്റർ അത്രയും വരച്ചവരല്ല, ബട്ട് അതിന് കുറച്ച് കുറവിലാണെങ്കിലും കുഴപ്പമില്ലാതെ പോകും. അതായത് ഇന്നോവയുടെ അത്രയും സ്പീഡിൽ നമുക്കൊരു വളവ് വീശാനോ ഒന്നും കോൺഫിഡൻസ് നമുക്ക് കിട്ടിയെന്ന് വരില്ല. കാരണം അതൊന്നും ടോൾ ബോയ് ഡിസൈൻ ആണ്. അങ്ങനെ പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. ഇന്നോവയെ വെച്ച് കമ്പയർ ഇന്നോവയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്കില്ല. അതിന്റെ ഒരു 75% പറയാം ഇന്നോവേറ്റർ അനിയൻ. I10 കുറച്ചുകൂടെ ബെറ്റർ ആണ്. I10 പക്ഷേ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ ഗിയർ റേഷ്യോ ഒരു പ്രത്യേക രീതിയിലാണ്. ഗിയർ റേഷ്യോയും അതിന്റെ എഞ്ചിൻ റബും, അതിന്റെ എഞ്ചിന്റെ RPM മിനിമം ഒരു 2000 കീപ്പ് ചെയ്താലേ അതിന്റെ പവർ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ സാധാരണ ഒരു വണ്ടിയിൽ നമ്മൾ ഓഡോമീറ്റർ നോക്കില്ലെങ്കിൽ ആ വണ്ടിയുടെ ഒരു ഫീൽ നമ്മൾ വെച്ച് നമ്മൾ കീപ്പ് ചെയ്യാറ്, നമ്മൾ അധികം റഷായിട്ട് പോയില്ലെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യാറ് 1500-1800 തന്നെയാണ്. മറ്റേതിൽ അങ്ങനെയല്ല, നമ്മൾ 2000 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. പലപ്പോഴും നമ്മൾ സാധാരണ ഒരു വണ്ടിയിൽ 2000-2300 ഒക്കെ ആകുമ്പോൾ ഷിഫ്റ്റ് ചെയ്യും. അതിലങ്ങനെയല്ല, അതിലൊരു 3000 വരെ നമ്മൾ കീപ്പ് ചെയ്യണം. 3000-ന് മേലെ പോകുമ്പോഴേ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, എന്നാലേ അതിൻ്റെ ഒരു പവർ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര സ്ലഗ്ഗിഷ് ആയിട്ടിരിക്കും പോകും. നല്ലോണം റബ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഷിഫ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ ഗിയർ ബോക്സ് അങ്ങനെ, ഗിയർ ബോക്സ് എഞ്ചിൻ അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കും. പക്ഷെ അങ്ങനെ നല്ലോണം കാലെടുത്ത് ഓടിക്കുകയാണെങ്കിൽ I10 നല്ല പവർഫുള്ളാണ്. നമ്മൾ തുടക്കത്തിൽ ലേണിംഗ് മൈലേജ് അപ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്ന് മാത്രം. അങ്ങനെയല്ല, മൈലേജ് അത്ര ശരിക്കും അത് ഒരു നോക്കിംഗ് പോലെ വരും. നമ്മൾ 2000-ന് താഴെ പോയാൽ തന്നെ ഒരു നോക്കിംഗ് പോലെ വരും. അപ്പം മൈലേജ് ശരിക്കും കുറയുക ചെയ്യണം. 2000-3000 ആണ് അതിന്റെ ഏറ്റവും എക്കോണമി റേഞ്ച്. നമ്മൾ സാധാരണ ഒരു വണ്ടിയിൽ 1500-2500 ആയിരിക്കും എക്കോണമി. അതിലങ്ങനെയല്ല. വലിയ വണ്ടികൾ ഓടിച്ചിട്ടുണ്ടല്ലോ, ബസ്, ലോറി, ട്രാവലർ. ബസ്, ലോറി, ട്രാവലർ. അപ്പോൾ അതിൽ ഏറ്റവും കംഫർട്ട് തോന്നിയിട്ടുള്ളത് ട്രാവലർ എന്ന് പറഞ്ഞാൽ ശരിക്കൊരു
ബസ് ഓടിക്കുന്ന പോലെ തന്നെയാണ്. ബസ് ലോറിയുടെ ചേർന്നൊരു സംഭവമാണ് ട്രാവലർ എന്ന് പറയാം. അതായത് സീറ്റിംഗ് പൊസിഷൻ നമ്മുടെ ലോറി പോലെ ആനപ്പുറത്തൊക്കെ ഇരിക്കണ പോലെ ആയിരിക്കും. വണ്ടി ഓടിക്കാനായിട്ട് നമുക്ക് ബസ് പോലെ കുറച്ച് കംഫർട്ട് കുറവാണ്. പക്ഷെ ഒരു കാറിനേക്കാൾ കുറച്ചൊരു ജീപ്പൊക്കെ ഓടിക്കണ പോലെ തന്നെ നമുക്ക് ഫീലും ചെയ്യുള്ളൂ. കാരണം ബാക്കിലോട്ടിൽ നീളമുണ്ടെങ്കിലും ജീപ്പൊക്കെ ഓടിക്കണ പോലെ ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ ലോറി വരുന്ന പോലെ ആൾക്കാരൊക്കെ മാറി തരികയും ചെയ്യും. ഹൈറ്റ് ഉണ്ടല്ലോ, ഹൈറ്റ് ഉള്ളത് കാരണം. പിന്നെ നല്ല പവർഫുൾ വേണം. നമ്മുടെ ലോറി ബസ് പോലെ അത്ര സ്ലഗിഷ് അല്ല, നല്ല പവർഫുൾ തന്നെയാണ് വണ്ടി. അല്ല അതിന്റെ അത്ര വെയിറ്റ് ഇല്ലല്ലോ വണ്ടി. അതെ, പിന്നെ ബെൻസിൻ എഞ്ചിനും അല്ലേ എന്ന് പറയുമ്പോൾ പവറുള്ള എഞ്ചിൻ തന്നെയാണ്. ഗിയർ ബോക്സിൽ പലപ്പോഴും ലിമിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അതിന്റെ സ്പീഡും പവറും ഒക്കെ. നല്ല പവർഫുൾ. അതിപ്പോ ഇന്ത്യയിൽ ഓടുന്ന പല വണ്ടികളും അങ്ങനെ ലിമിറ്റിലാണ് ഓടുന്നത്. ഇതേ വണ്ടികൾ ഗൾഫിൽ ഓടുന്ന ഓട്ടം കണ്ടാൽ ഞെട്ടിപ്പോകുന്ന പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ സിമ്പിളായിട്ട് നമ്മുടെ ലേലൻ ബസ് തന്നെ അവിടെ 200 മേലെ സ്പീഡിലാണ് ഇത്ര പോവുക. ഇവിടെ അത് 100 പോകുന്നത് നമ്മൾ അന്തപ്പെട്ട് അയ്യോ 100 ബസ് പോകുന്നതെന്ന് ആലോചിക്കും. ഇതാണെങ്കിൽ ഞാനൊരു ഡെലിവറി ഏജൻസിയുടെ ലോഡിംഗ് വണ്ടിയാണ് ശരിക്കും കൊണ്ടുപോയത്. ഡെലിവറി വാനാണ് ഓടിച്ചത്. അപ്പൊ അതില് ഫുൾ ലോഡ്, അതായത് വണ്ടി ഫുള്ള് നിറയണം. ഏകദേശം ഒരു 2-3 ടണ്ണൊക്കെ കയറ്റിയാൽ മാത്രമേ വണ്ടിക്ക് ഒരു പിടുത്തം കുറച്ച് വരുള്ളൂ. അല്ലെങ്കിൽ വണ്ടി അങ്ങനെ ലോഡ് ഇല്ലെങ്കിലും വലിയ വ്യത്യാസം. നമ്മൾ വളവ് ഇരിക്കുമ്പോൾ മാത്രമേ ലോഡ് ഉണ്ടല്ലേ എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മളതനുസരിച്ച് മെല്ലെ പോവുക ചെയ്യുക. ലോഡ് ഉണ്ടല്ലോ എന്നും കോൺഷ്യസ്ലി ആലോചിച്ചിട്ട്. വണ്ടിക്ക് അതൊന്നും ഒരു വിഷയമല്ല ഫുൾ ലോഡ് അല്ലെങ്കിൽ. അതേസമയം അവിടെ തന്നെ വേറൊരു സാധനം ഓടിച്ചിട്ടുണ്ടായിരുന്നു, മാക്സിമം മഹീന്ദ്ര മാക്സിമം. അതെന്ന് പറഞ്ഞാൽ അത് ശരിക്കും ലോഡിങ്ങിന് വേണ്ടി ഡിസൈൻ ചെയ്ത വണ്ടിയേ അല്ല. പ്രത്യേകിച്ച് ഫുൾ ലോഡൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രത്യേക രീതിയിൽ ആക്സിലേറ്റർ കൊടുത്തില്ലെങ്കിൽ ആ വണ്ടി അനങ്ങില്ല, അവിടെ നിൽക്കും. അതെന്ന് വെച്ചാൽ ഇപ്പൊ സാധാരണ ഒരു ഓട്ടോറിക്ഷയിൽ ബാക്കിൽ ഒരു ലോഡിംഗ് ആദ്യം പിടിപ്പിച്ചു, അത്രയല്ലേ എന്ന് പറയാനുള്ളൂ. അത്ര ഏകദേശം. അതില് ഞാൻ പലപ്പോഴും ലീവ് ഉള്ളപ്പോൾ വേറെ ഡ്രൈവേഴ്സൊക്കെ വരുമ്പോൾ പലപ്പോഴും ആ വണ്ടി ഓടിക്കുമ്പോൾ സെയിൽസ്മാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. കാരണം അതിന്റെ മാക്സിമം സ്പീഡ് 60 ആണ്. പക്ഷെ 60 അത്രയും നമ്മൾ പ്രത്യേക രീതിയിൽ ആക്സിലേറ്റർ കൊടുക്കണം. ആ സ്ഥാപനത്തിന്റെ ഓണർ പലപ്പോഴും പറയാറുണ്ട് എന്നെ കാണുമ്പോൾ, പ്രിയേഷിനെ പോലെ ഒരു ഡ്രൈവറെ അതിന് ശേഷം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. സെയിൽസ്മാൻ ഇതാണ് പറഞ്ഞത്. വേറെ ഡ്രൈവർ വന്നാലും മാക്സിമം സ്പീഡ് 40 ആണ്. 40-ന് മേലെ അത് ഓടിക്കാൻ ആർക്കും പറ്റിയിട്ടില്ല. എടാ അത് നമ്മളിങ്ങനെ മെല്ലെ ആക്സിലേറ്റർ കൊടുത്തിട്ട് ഒറ്റയടിക്ക് കൊടുത്താൽ വണ്ടി നോക്കിങ് പോലെ വരും, വണ്ടി അനങ്ങില്ല. മെല്ലെ ആക്സിലേറ്റർ കൊടുത്ത് സമാധാനത്തിൽ കയറ്റിക്കൊണ്ട് വന്നാലേ 60 തരും. അതൊരു ശരിക്കും 800 രൂപയാണ്. നല്ല രസമാണ് ഓടിക്കാൻ. ഇനി കാറുകൾക്കിടയിൽ ഒരു ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുണ്ടല്ലോ, അതായത് ടാറ്റ നാനോ. അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അതിന്റെ എക്സ്പീരിയൻസ് അത് തന്നെയാണ്. ഓട്ടോറിക്ഷ ഭയങ്കര വീതി കുറവാണ്. ഫ്രണ്ടിലോട്ട് പിന്നെ ഒന്നും ഇല്ല. നമ്മൾ ലെഫ്റ്റ് സൈഡ് ചെഞ്ചോട്ട് എന്നുള്ള പരിപാടിയില്ല. കാരണം ഫ്രണ്ടിലോട്ട് ഉണ്ടെങ്കിലല്ലേ. നമ്മളൊന്ന് കൈ ഇങ്ങനെ നീട്ടിക്കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലെത്തും. നമ്മൾ സാധാരണ മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം ഇങ്ങനെയാണ്. ട്രാവലറാണെങ്കിൽ നമുക്ക് ഈ സീറ്റിലിരുന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എഴുന്നേറ്റ് പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ. ട്രാവലറിൽ അങ്ങനെയാണ്, 2-3 നാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരും. അല്ലെങ്കിൽ വേറെ ഡ്രൈവർ നല്ല എക്സ്പെർട്ട് സെയിൽസ്മാൻമാരൊക്കെ അവരൊറ്റ തിരിക്കൽ ആക്കും. നമ്മളെക്കാൾ എക്സ്പെർട്ട് ആണ് അവർ മിറർ അഡ്ജസ്റ്റ് ചെയ്യാൻ. അവരെപ്പോഴും അവരെ കൊണ്ടായിരിക്കുമല്ലോ ഡ്രൈവർമാരെ അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കുക. കാരണം നമുക്ക് അവിടെ കയ്യെത്തില്ലല്ലോ. കയ്യെത്തില്ല മാത്രമല്ല നമ്മളൊന്ന് ഏന്തി വലിഞ്ഞാൽ പോലും എത്തില്ല. എഴുന്നേറ്റ് പോയിട്ട് അവിടെ ചെയ്യണം. അപ്പൊ ഞാനും അങ്ങനല്ല, നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് സീറ്റ് ബെൽറ്റ് അടിക്കാതെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ പവർ ഏകദേശം മാക്സിമം ഒക്കെ പോലെ തന്നെ മാക്സിമം ഓടിക്കണം. പിന്നെ അതുപോലെ ലോഡ് കയറ്റാത്തോണ്ട് അങ്ങ് പോകുന്നു, നോക്കിങ് ഒന്നും വരാതെ അങ്ങനെ പോകും. ഡ്രൈവിംഗ് സ്കൂളിലെ പഠിത്തം കൂടാതെ ഒരു മാനസ ഗുരു എന്നുള്ള രീതിയിൽ ആരെങ്കിലും മനസ്സിൽ ധ്യാനിക്കാറുണ്ടോ? അത് അങ്ങനത്തെ സംഭവം എന്ന് വെച്ചാല് ഡ്രൈവിംഗ് സ്കൂളിൽ പഠിത്തം കഴിഞ്ഞ് ഞാൻ വണ്ടി നമ്മൾ ആ സമയത്ത് ഒരെണ്ണം വാങ്ങിച്ചല്ലോ, സാൻഡ്രോ. പിന്നെ പപ്പയുടെ തന്നെ ഒരു ഫ്രണ്ട്, ഒരു കൃഷ്ണകുമാർ അങ്കിള്, ആ അങ്കിള് വിളിച്ചിട്ട് നമ്മൾ ഒരു ദിവസം ഒന്ന് ഡ്രൈവ് ചെയ്യാൻ കറങ്ങി പോയിട്ടുണ്ടായിരുന്നു. അങ്കിള് എന്നെ ഓടിക്കാനൊക്കെ പിന്നെ നീ ആണല്ലോ ഓടിച്ചത്. അങ്കിള് കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു. ചില ടിപ്സ് ഒക്കെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കയറ്റം ഒക്കെ കയറുമ്പോൾ നമ്മൾ കയറ്റത്തിന്റെ ടോപ്പ് എത്തുമ്പോൾ ആക്സിലേറ്റർ വിടുക, അങ്ങനെയുള്ള ചില ഗിയർ ഡൗൺ ചിലപ്പോൾ ഗിയർ ഡൗൺ ചെയ്തിട്ടുണ്ട്, എന്നാലും ആക്സിലേറ്റർ ഒന്ന് വിടുക. കാരണം ഓപ്പോസിറ്റ് ആരും വരുമല്ലോ. അങ്ങനെയുള്ള ചില ബേസിക് ഡ്രൈവിംഗ് ടിപ്പ്, വണ്ടി എങ്ങനെ ഓടിക്കണം എന്നുള്ളതല്ല, റോഡ് സെൻസിന്റെ ചില ടിപ്പുകൾ പുള്ളി ഇപ്പോഴും പറഞ്ഞ് എനിക്ക് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ബട്ട് പുള്ളി പറഞ്ഞ ഒരു വണ്ടി എടുക്കല് ഒരു ഫുള്ളായിട്ടൊന്നും കത്തിയില്ല എനിക്ക്. തുടക്കമല്ലേ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സച്ചിൻ. അവൻ നല്ലോണം എക്സ്പേർട്ടാണ്, ചെറുപ്പം പോലെ വണ്ടിയൊക്കെ ഓടിക്കണതാണ്. അവൻ്റെ ഒപ്പം ഒരു ദിവസം പോയി. അപ്പോഴും അവൻ വണ്ടി ഓടിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഒന്നും ഡ്രൈവിംഗ് രീതി എനിക്ക് ചേരുന്നില്ല. ഇവരൊന്നും വണ്ടി ഓടിക്കുന്നത് ആ ഒരു രീതിയിൽ ഞാൻ കോപ്പി ചെയ്യാൻ നോക്കുമ്പോൾ എനിക്കൊന്നും കംഫർട്ടബിൾ ആയിട്ട് പറ്റുന്നില്ല. ഒരു ഫുൾ ഒതുക്കം കിട്ടുന്നില്ല. എൽബോർഡ് മാറ്റാനുള്ള ധൈര്യം എനിക്ക് വരുന്നില്ല. അത് ശരിയാണ്. നീ ഏകദേശം ഒരു 7-8 മാസം എൽബോർഡ് വെച്ചിട്ട് ഓടി. കാരണം പപ്പ തുടക്കത്തിൽ തന്നെ എൽബോർഡ് ഇല്ലാതെ ഓട്ടാന്ന് പറഞ്ഞതാണ്. എനിക്ക് ആ ഒരു ധൈര്യം വരുന്നില്ല. എനിക്ക് എൽബോർഡ് മാറ്റാൻ പറ്റുന്നില്ല. കാരണം എങ്ങനെ ഞാൻ വണ്ടി ഓടിക്കണമെന്ന് എനിക്ക് കിട്ടുന്നില്ല. എൻ്റെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് ആയാലും വണ്ടിയുടെ ഒരു പോക്കായാലും മെയിൻ സ്റ്റിയറിംഗ് ഹാൻഡിലിംഗ് ആയാലും അത് എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഓടിച്ചാൽ ഏറ്റവും കംഫർട്ട് അതായിരുന്നു. വണ്ടി കംഫർട്ടാണ്. ഞാൻ പിന്നെ ഒരുപാട് ഓടിച്ചിട്ടില്ല. വണ്ടി കംഫർട്ടാണ്. പക്ഷെ എന്റെ പ്രശ്നമാണ്, എനിക്ക് ആ ഒരു ഹാൻഡിലിംഗ് കിട്ടണില്ല.
അതിനുശേഷം നമ്മളൊരു ശബരിമല യാത്ര പോയി. ഓ, അപ്പൊ നമ്മുടെ പപ്പയുടെ പഴയ മിസ്റ്റർ പാലക്കാട് മിസ്റ്റർ ജയകൃഷ്ണൻ അങ്കിൾ വണ്ടി ഓടിക്കുമ്പോൾ, അതായത് തുടക്കത്തിൽ ഞാനാണ് ഓടിച്ചത്. ഒരു കുതിരാൻ വരെ ഞാൻ ഓടിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ചായ ഓടിക്കാനെന്ന് നിർത്തിയ ശേഷം അങ്കിളിന് പറഞ്ഞു, അങ്കിൾ ഓടിക്കാൻ എൻ്റെ ഓടിക്കാൻ കണ്ടിട്ടില്ല. അദ്ദേഹം നിന്നെ പോലെ തന്നെ അല്ല, 18-ാമത്തെ വയസ്സിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങിയ ആളാണ്. പപ്പ അന്ന് പറഞ്ഞത് ജയകൃഷ്ണന്റെ ഫ്രണ്ടിൽ ഇരുത്തി, ലെഫ്റ്റ് സൈഡിൽ ഇരുത്തിയിട്ട് എൻ്റെ അടുത്ത് ഓടിക്കാൻ പറഞ്ഞു. അന്ന് സച്ചിനും കൃഷ്ണകുമാർ അങ്കിളും ഒക്കെ എന്നെ പഠിപ്പിച്ച പോലെ ജയകൃഷ്ണങ്ങളും പഠിപ്പിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ പുള്ളി എൻ്റെ ഡ്രൈവിംഗ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലാതെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞില്ല. ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, ആ വണ്ടി വരുന്നത് കണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടു, അത്രയും മാത്രമേ ചോദിക്കുള്ളൂ. വേറെ സ്റ്റിയറിംഗ് ഇങ്ങനെ പിടിക്കണമെന്നോ അവിടെ നോക്കണമെന്നോ ഇവിടെ നോക്കണമെന്നോ ഒന്നും പുള്ളി പറഞ്ഞിട്ടില്ല. അതിനുശേഷം കുതിരന് ശേഷം പുള്ളി വണ്ടി എടുത്തു. പിന്നെ പോയി തിരിച്ച് വീടെത്തുന്ന വരെയും പുള്ളി തന്നെയാണ് വണ്ടി ഓടിച്ചത്. പക്ഷെ പുള്ളിയുടെ ഡ്രൈവിംഗ് ഞാൻ ശ്രദ്ധിച്ചു. അത്രയും കാലം കണ്ട എല്ലാ ഡ്രൈവർമാരും 2 കൈ സ്റ്റിയറിംഗ് വെച്ചാണ് ഓടിക്കുന്നത്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ചില സച്ചിനൊക്കെ ആണെങ്കിൽ ഒരു കൈ മേലെ പിടിച്ചിട്ട് ഓടിക്കാറുണ്ട്. അതായത് ഫുൾ ടൈം ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും, ഒരു കൈ മേലെ പിടിച്ചിട്ട് ഒരു കൈ ഗിയറിൽ വെച്ചിട്ട് ഇങ്ങനെ ഓടിക്കാറുണ്ട്, 2 കൈയും സൈഡിൽ പിടിക്കുന്നതിന് വരെ. ബാക്കി എല്ലാവരും 2 കൈ പിടിച്ചിട്ട് തന്നെയായിരിക്കും ഓടിക്കുക. പക്ഷെ ജയകൃഷ്ണൻ അങ്കിൾ ഞാൻ ശ്രദ്ധിച്ചത്, പുള്ളി വലത്തെ കൈ സ്റ്റിയറിംഗ് പിടിക്കും, ഇടത്തെ കൈ സൈഡിൽ, മേലെയല്ല, സച്ചിൻ പിടിക്കുന്ന പോലെ മേലെയല്ല, സൈഡിൽ, ഇടത്തെ കൈ ഗിയറിൽ പിടിക്കും. സ്ഥിരം ഗിയർ തന്നെ ആയിരിക്കും. ചിലപ്പോൾ ഗിയർ പിടിച്ചോണ്ടിരിക്കണോ അല്ലെങ്കിൽ ചുമ്മാ അവിടെ അടുത്തിരിക്കുന്നുണ്ടാവും കൈ. പക്ഷെ ഒരു കൈ കൊണ്ടാണ് പുള്ളി എപ്പോഴും വണ്ടി ഓടിക്കും. ഞാൻ ശ്രദ്ധിച്ചു, ഇങ്ങനെ വണ്ടി ഓടിച്ചാൽ എങ്ങനെ ഉണ്ടാവും. പിന്നെ നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ഒന്ന് കാർ എടുത്തിട്ട് വെളിയിലോട്ട് പോയി ഒറ്റയ്ക്ക് തന്നെ. പുള്ളി ഓടിക്കണ പോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കി. ഒരു കൈ സ്റ്റിയറിംഗ് പിടിച്ചിട്ട് ഒരേ ഗിയർ, തുടക്കത്തിൽ ഒരു കൈ ഗിയർ തന്നെ പിടിച്ചുകൊണ്ടാണ് ഓടിച്ച് നോക്കിയത്. മുമ്പ് എനിക്ക് എപ്പോഴും പറ്റുക, നമ്മളിങ്ങനെ ഓടിക്കും, ഗിയർ മാറ്റാനായിട്ട് കൈ എടുക്കുമ്പോഴേക്കും വണ്ടി അതിൻ്റെ ഓടിക്ക് പോകും. എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അതായിരുന്നു. നമ്മളിങ്ങനെ പിടിച്ചോണ്ട് ഓടിക്കും, ഗിയർ മാറ്റാൻ വണ്ടി അന്നേ അങ്ങോട്ട് ഓടിക്കും. ഇങ്ങനെ നോക്കിയപ്പോ സിമ്പിളായിട്ട് ഞാൻ എങ്ങോട്ട് പോകണോ പറയണോ അങ്ങോട്ട് വിചാരിക്കണോ അങ്ങോട്ട് വണ്ടി വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സൊക്കെ ഒരു പുള്ളിയാണ്. പുള്ളി എന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും പുള്ളി ഓടിക്കാൻ കണ്ടാണ് ഞാൻ കുഴപ്പമില്ലാതെ. അന്ന് ആ ഒരു ഡ്രൈവ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഓർമ്മയുണ്ട, ഞാൻ എൽബോർഡ് മാറ്റാൻ പറഞ്ഞു. കാരണം അതുവരെ ഡ്രൈവിംഗ് സ്കൂളിൽ എവിടെയും പഠിപ്പിക്കാത്ത ഒരു കാര്യമാണ് ഒരു കൈ കൊണ്ട് വണ്ടി ഓടിക്കുന്നത്. നമ്മള് സാൻഡ്രോ വാങ്ങിച്ചപ്പോ ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ പറഞ്ഞ അവിടെ നിന്ന് സാൻഡ്രോ മാത്രം നിന്നെ കൊണ്ട് ഓടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്, ഒരു കാര്യമില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, പുതിയ ഒരാൾ വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോൾ ഇതൊന്ന് പഠിപ്പിക്കണം. കാരണം പുതുതായിട്ട് ഒരാൾ വണ്ടി ഓടിക്കാൻ പറ്റുമ്പോൾ അവർക്ക് എപ്പോഴും പറ്റുന്ന പ്രശ്നമാണ്, 2 കൈ സ്റ്റിയറിംഗ് പിടിക്കും, ഗിയർ മാറ്റാൻ പോകുമ്പോൾ സ്റ്റിയറിംഗ് അതിന്റെ വഴിക്കും. അല്ല, അത് സ്റ്റിയറിംഗിൽ പിടിക്കുന്നതല്ല പ്രശ്നം. സ്റ്റിയറിംഗിൽ ആവശ്യമില്ലാതെ വെയിറ്റ് കൊടുക്കും. തുടക്കത്തിൽ എല്ലാവരും വെയിറ്റ് കൊടുക്കും. നമ്മൾ ഒരു കൈ കൊടുക്കുമ്പോൾ നമ്മൾ സൈക്കിൾ ഓടിക്കുന്ന ഒരു വെയിറ്റ്, നമ്മൾ ഒരു പവർ സ്റ്റിയറിംഗ് അല്ലേ, പഴയ അംബാസഡറിലൊക്കെ ഇത്തിരി വെയിറ്റ് കൊടുക്കണം. ഇതിൽ ശരിക്കും നമ്മൾ ഒരു കൈ പിടിച്ച് നമ്മൾ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ല, അത് ഞാൻ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ ആയിരുന്നു. അവിടെ മുമ്പ് ഒരാളുണ്ടായിരുന്നു, മറ്റേ മാരുതി ഡ്രൈവിംഗ് സ്കൂളില്, ഒരു ഉണ്ണിയേട്ടനല്ല, ഒരു വിജയേട്ടൻ. വിജയേട്ടൻ 2 കൈ സ്റ്റിയറിംഗ് പിടിക്കാൻ സമ്മതിക്കില്ല. നമുക്ക് സത്യം പറഞ്ഞ കാർ ഓടിക്കുമ്പോ ലോറിയൊക്കെ ആണെങ്കിൽ വേണേ 2 കൈ തിരിക്കാം. അതന്നെ ഇപ്പൊ ട്രാവലറൊക്കെ പവർ സ്റ്റിയറിംഗ് ആണ്. ഇപ്പൊ ട്രാവലറൊക്കെ ഞാൻ ഓടിച്ചത് പവർ സ്റ്റിയറിംഗ് ആയിരുന്നില്ല. അപ്പൊ അത് ഫുൾ ലോഡ് ഉള്ളപ്പോ പോലും നിർത്തി, അതായത് ഒരനക്കവും ഇല്ലാതെ നിർത്തിയിൽ തിരിക്കുമ്പോൾ മാത്രമേ എനിക്ക് 2 കൈ ആവശ്യം വന്നിട്ടുള്ളൂ. മറ്റേത് പലപ്പോഴും ഒരു കൈ നമുക്ക് തിരിക്കാൻ പറ്റും, ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ. അത്രേ ഉള്ളൂ അത്. ഇപ്പൊ ഇത് ശരിക്കും നമ്മൾ ഓവർ ബലം കൊടുക്കുകയാണ്. ഒരു കൈ ഉണ്ടാവും നമ്മൾ കുറച്ചുകൂടെ റിലാക്സ് ഒരു കൈ വിടുമ്പോഴേക്കും. അതെ, കാറിനാണെങ്കിൽ നമുക്ക് വേറെ പല ഫങ്ഷൻസ് ഒരു കൈ വിട്ടിട്ട് ചെയ്യാനുണ്ട്. ഒന്ന് ഇൻഡിക്കേറ്റർ, വൈപ്പർ, ഹെഡ്ലൈറ്റ്, ഗിയർ, ഇത് ഹാൻഡ് ബ്രേക്ക്, ഇത് പലതും നമുക്ക് ഒരു കൈ വിട്ടിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇപ്പോഴത്തെ കാറുകളുടെ ഇതെല്ലാം അങ്ങനെ അടുത്താണ്. പഴയ അംബാസഡർ ഡാഷ്ബോർഡിൽ സ്വിച്ച് ആണ്, കയ്യൊക്കെ ഒരുപാട് മാറിപ്പോണം. ഇപ്പോഴും പല വണ്ടികളും ഡാഷ്ബോർഡിൽ സ്വിച്ച് ആയിട്ട് വരുന്നുണ്ട്. അല്ല, അതൊക്കെ ഒരു തവണയല്ലേ വേണ്ട. ഈ പറഞ്ഞ പോലെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. മറ്റേതല്ല, വൈപ്പറിന്റെ സ്വിച്ച് ഡാഷ്ബോർഡിൽ. ചില ലക്ഷറി കാറുകൾ ഓടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഇതൊക്കെ ഞാൻ വായിക്കാറുണ്ട്. അങ്ങനെ പോർഷെ അങ്ങനെയുള്ള ചില സാധനങ്ങളിലൊക്കെ, പോർഷയിൽ മെയിൻ ആയിട്ട് പോർഷയിലൊക്കെ ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് ആണല്ലോ. അതുണ്ട്, പക്ഷെ അതിന്റെ സ്വിച്ചുകളെല്ലാം ഡാഷ്ബോർഡിലായിരിക്കും. അല്ല, അതെല്ലാം ഓട്ടോമാറ്റിക്, അവരൊന്നും വെക്കില്ല. മാനുവലായിട്ട് വല്ലപ്പോഴേ കൊടുക്കേണ്ട കാര്യമുള്ളൂ. അത് ശരിയാണ്. പക്ഷെ ഇത് ഒരു ഭയങ്കര. പിന്നെ അതിനുശേഷം ഞാൻ പല രീതിയിൽ വണ്ടി ഓടിച്ച് നോക്കി. അതായത് ഇടത്തേക്കൈ മാത്രം വെച്ച് വണ്ടി ഓടിച്ച് നോക്കി, വലത്തേക്കൈ മാത്രം വെച്ച്. പിന്നെ അതിനുശേഷം 2 കൈ വെച്ച് ചെയ്ത് നോക്കി. അപ്പോഴും പ്രശ്നമില്ല, ഒരു ശീലമായി. അതെ, നമ്മളെ ഒരു ശീലം വന്നു. അപ്പൊ ശരിക്കും മനസ്സിൽ ഒരു പുള്ളിയാണ്. കാണുമ്പോ കൊടുക്കണേ. നമ്മുടെ ഇന്ത്യൻ ഇത്രയൊക്കെ ഈ പറഞ്ഞ സാധനങ്ങളിൽ ഇപ്പൊ ടാറ്റ ഒഴിച്ച് പറഞ്ഞു ഇന്ത്യൻ അല്ല, ഒക്കെ വിദേശികളൊക്കെ. മാരുതി എന്ന് പറഞ്ഞാൽ സുസുക്കി ആണല്ലോ. ഇന്ത്യൻ മഹീന്ദ്ര ജീപ്പ് ഓടിച്ചിട്ടുണ്ട്, പഴയ 500. പിന്നെ ടെമ്പോ ട്രാവലർ
ടെമ്പോ ട്രാവലർ മഹീന്ദ്രയുടെ അല്ലല്ലോ, അല്ല അത് ഫോഴ്സ് ഇന്ത്യൻ ആണല്ലോ. അതും ഈ പറഞ്ഞ രീതിയിൽ ഇന്ത്യ ആണെന്നല്ലേ ഉള്ളൂ. മാക്സിമോയും മഹീന്ദ്ര അത് പിന്നെ ഓട്ടോറിക്ഷ. മഹീന്ദ്രയുടെ ഈ ശരിക്ക് മറ്റേ ജീപ്പ് 500 മാത്രമേ ഓടിച്ചിട്ടുള്ള. സ്കോർപിയോ ഓടിച്ചിട്ടുണ്ട്. സ്കോർപിയോ പഴയ മോഡൽ, പുതിയ ബിഗ് ഡാഡി ഇനിയോ ഒന്നുമല്ല, പഴയ സ്കോർപിയോ. ആദ്യകാലം സ്കോർപിയോ അതെനിക്ക് നല്ല ഇഷ്ടമായ ഒരു വണ്ടിയായിരുന്നു. അത് വെച്ചാൽ അത് ആക്ച്വലി ഞാൻ ഒരു എസ്റ്റേറ്റിലേക്കാണ് ഓടിച്ചത്, നമ്മുടെ ബിജുമാമന്റെ എസ്റ്റേറ്റിലേക്ക്. ഓ, സ്കോർപിയോ ആണോ ഇന്നോവയാണോ മികച്ചത്? ഇന്നോവ. പക്ഷേ ഓഫ് റോഡിങ് അത് ജീപ്പും ഇതും ഒന്നും ഇന്നോവ അടുത്തേ വരില്ല. എന്നുവെച്ചാൽ മൈൽഡ് ഓഫ് റോഡിങ് ആണെങ്കിൽ പോലും അത് ഞാൻ പറഞ്ഞു, ഈ എസ്റ്റേറ്റിലേക്ക് ഓടിക്കുമ്പോൾ നമുക്ക് ആ എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിയിൽ കൂടെ ഇതിന്റെ പെർഫോമൻസ് കാണുമ്പോൾ അറിയാം ഇന്നോവയിൽ ഇതിന്റെ അപ്പുറം ചാട്ടമായിരിക്കുന്നു. ഇത് കുറച്ചുകൂടെ ഇന്നോവയ്ക്ക് അതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല. ഗ്രൗണ്ട് ക്ലിയർ ഇന്നോവയും പോകും, പക്ഷെ ഇത്രയും കംഫർട്ടബിൾ ആയിരിക്കില്ല, അത് ഉറപ്പാണ്. പ്ലെയിൻ റോഡിൽ ഇന്നോവ ആയിരിക്കും സുപ്പീരിയർ. ബട്ട് ഓഫ് റോഡിൽ ഒരു മൈൽഡ് ഓഫ് റോഡ് ആണെങ്കിൽ പോലും ശരിക്കും നമ്പർ 1 കേരളത്തിലെ റോട്ടിൽ കൂടെ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ റോഡുകളിൽ ശരിക്കും സ്കോർപിയോ ആയിരിക്കും. ഇന്നോവ ഞാൻ ഏറ്റവും കൂടുതൽ ഓടിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിൽ കൂടെയാണ്. തമിഴ്നാട്ടിലെ റോഡുകളിൽ ശരിക്കും തമിഴ്നാടും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടും. അതെ, നോർത്ത് ഇന്ത്യയിലൊക്കെ ഓടിച്ചല്ലോ. നോർത്ത് ഇന്ത്യ അവിടെ ഓടിച്ചു, അവിടെയും നല്ല റോഡുകൾ തന്നെയാണ്. ഈ നമ്പർ 1 കേരളത്തിലെ റോഡുകൾ ആക്ച്വലി കേരളം വിട്ട എവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഈവൻ ഈ ആരും ഇല്ല എന്ന് പറയുന്ന ബീഹാറിലെ റോഡുകൾ പോലും ഇവിടത്തേക്കാൾ ബെറ്റർ ആണ്. പിന്നെ പറയുന്നത് നേപ്പാളിലാണ്. നേപ്പാളിലെ റോഡുകൾ ചില ഭാഗം മെയിനായിട്ട് ഈ ടൗണ് വിട്ട് കഴിഞ്ഞാലുള്ള ഭാഗം അവിടുത്തെ മെയിൻ എർത്ത് ക്വേക്സ് കാരണമാണ്. കാരണം അവിടെ ഫ്രീക്വൻ്റ് ആയിട്ട് എർത്ത് ക്വേക്സ് വരും. അപ്പം അത് കാരണം അവർ ചെയ്യുക ടൗണുകളിലെ റോഡ് പക്കയ്ക്ക് വയ്ക്കും. 2 ടൗണുകളുടെ ഇടയിലുള്ള റോഡ് അത്ര കാര്യമാക്കില്ല. കാര്യം കാര്യമാക്കിയാലും കൂടുതലും അത് പൊളിഞ്ഞു പോകും. അതെനിക്ക് അറിഞ്ഞൂടാ, മേ ബി അവരുടെ കുറഞ്ഞ ഭാഗങ്ങളിലേക്ക് നാച്ചുറലി ടൗണുകളായി വരുന്നത്, അല്ലെങ്കിൽ അത് ടൗണായിട്ട് നിൽക്കില്ലല്ലോ, അതിനായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പൊ എർത്ത് ഇല്ലാത്ത ഭാഗത്തായിരിക്കും ടൗൺ, അപ്പൊ അവിടുത്തെ റോഡ് നന്നായിട്ട് വയ്ക്കും, അല്ലാത്ത ഭാഗങ്ങൾ ഇടയിലുള്ള ഭാഗങ്ങൾ മോശമായിരിക്കും ഇത്തിരി. അവിടെ പിന്നെ എല്ലാ വണ്ടികളും ഇത്തിരി അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത് തന്നെ ആയിരിക്കും. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ പോലും ലീഫ് കയറ്റി ഹൈറ്റ് കൂട്ടും, അങ്ങനെ അവിടെ ഓടിക്കാൻ പറ്റുള്ളൂ. ഇത്രയും കാലം ഓടിച്ചതിൽ ഒരു വണ്ടി സ്വന്തമായിട്ട് വാങ്ങിക്കണം എന്ന് തോന്നിയ വണ്ടി ഏതാ? ഈ പറഞ്ഞ ആക്ടി, അതായത് സ്വന്തമായിട്ട് ഇപ്പോൾ ഉള്ളത് കൂടാതെ ആക്ഷൻ ഡ്രൈവറായിട്ട് ഓടിയാൽ ഇത് വരണം വാങ്ങിച്ചാൽ കൊള്ളാം എന്ന് തോന്നിയ വണ്ടി ഏതാ? ഒന്നിന്നോവ. ഓ, എങ്ങനെ പോയാലും ഇന്നോവ വിട്ടൊരു കളിയില്ല. പിന്നെ ഒന്ന് 800 ചുമ്മാ കളിക്കാനായിട്ട് ഒരു കളിപ്പാട്ടം പോലെ എനിക്ക് കിട്ടുക നന്നായിരിക്കുന്ന ആഗ്രഹം. എന്താ വെച്ചാൽ അതിന് ഒട്ടും എഫേർട്ട് ഇല്ല. അല്ല, അതെളുപ്പമാണ്. 800 വാങ്ങിക്കാൻ എളുപ്പമാണ്. പവർ സ്റ്റിയറിംഗ് പോലും വേണ്ടത് അല്ല, ഇല്ലല്ലോ. പഴയ പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത ഇങ്ങനെ അധികം സ്പീഡിലും പോകില്ല. അത് 60-70 അത്രയ്ക്ക് മാക്സിമം പോലൊക്കെ തന്നെയാണ്. ഇങ്ങനെ ഒരു രസമാണ്. 60 ഒരു 100 വരെയൊക്കെ എൻഎച്ചിൽ പിടിച്ചാൽ പോകും. നോർമൽ റോഡിൽ നമ്മൾ ബൈക്കൊക്കെ ഓടിക്കുന്ന പോലെ ചുമ്മാ ഒരു പഴയ 4 സ്പീഡ് ഗിയർ ബോക്സ്. അതെ, 4 സ്പീഡ് ഗിയർ ബോക്സ്. അതെന്താ വെച്ചാൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഓടിച്ച കാർ അതാണ്. മാരുതി ഡ്രൈവിംഗ് സ്കൂളിൽ 4 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള 800 ആണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ട്. മേ ബി ആ ഒരു നൊസ്റ്റാൾജിയം കൊണ്ടായിരിക്കാം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കളിപ്പാട്ടം പോലെ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നല്ല രസമാണ്. ബോണറ്റ് കാണുകയും ചെയ്യുമല്ലോ, നമുക്ക് ഒരു ഒട്ടും എഫേർട്ട് ഇല്ല, ഒരു മെന്റൽ കാൽക്കുലേഷന്റെ ആവശ്യമില്ല. പക്ഷേ പറഞ്ഞാൽ 6 മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വരണമെന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. അത് ചിലപ്പോൾ ഇന്നോവയ്ക്ക് പറ്റും. അല്ല, ഈ 800 കൊണ്ട് പറ്റില്ല. അതില്ല, 6 12 ആവും. 12 തോന്നിയ ഡൗട്ടാണ്. 400 കിലോമീറ്റർ ഇല്ലേ എനിക്കൊരു ഒരു കളിപ്പാട്ടമായിട്ടൊരു മാരുതി 800 അത് ടൗണിലൊക്കെ പോകാനായിട്ട് ചുമ്മാ ഒരു രസമാണ്. ഇപ്പൊ സാധാരണ ഒരു ഇപ്പൊ പൈസ ടിപ്പിക്കൽ മലയാളിക്ക് അതാണ് വേണമെന്നാണ് പുള്ളി പറയുന്നത്. ടൗണിലൊക്കെ പോകാനായിട്ട് ഒരു MG ഈക്കോ പറ്റും, അല്ലാതെ പോകാനായിട്ട് അതാണ്. അതേപോലെ തന്നെ ടൗണിലൊക്കെ കളിക്കാൻ പോകാനായിട്ട് ഒരു 800 ശരിക്കും ഒരു ഇന്നോവയും ശരിക്കുള്ള യാത്രകൾക്ക്. കാരണം ലോങ്ങിന് പോകാൻ ഇന്നോവയ്ക്ക് ബെറ്റർ ആയിട്ടൊരു വണ്ടി എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത്ര റിലയബിൾ ആണ്. ട്രാവലറും ഓക്കെ, ബട്ട് ട്രാവലറിന് എന്താ പ്രശ്നം വെച്ചാൽ ചില ഭാഗങ്ങളിൽ ട്രാവലർ അലൗഡ് അല്ലാത്ത ഭാഗങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു ഹൈറ്റ്, ഇത്ര ഹൈറ്റുള്ള വണ്ടികൾ ചില സിറ്റി ഭാഗങ്ങളിൽ അലൗഡ് അല്ല. അതുകൊണ്ട് എല്ലാ ഭാഗത്തും ട്രാവലർ ഉണ്ടല്ലോ. പിന്നെ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ അതെ, അവിടെ മാത്രം ബാംഗ്ലൂർ മാത്രമല്ല, മെയിൻ ആയിട്ട് സിറ്റിയിൽ ട്രാവലർ ഈ കേരളത്തിൽ മൊത്തം അങ്ങനെ പ്രശ്നമില്ല. ചില സിറ്റി ഭാഗങ്ങളുണ്ട്. എറണാകുളം, പാല, അവിടെയൊക്കെ ഉണ്ട്. പാലയിലെ ഒരു അണ്ടർ പാസ് ഉണ്ട്, അവിടെ ട്രാവലർ കൊണ്ട് പോകാൻ പാടില്ല. അങ്ങനെയുള്ള ചില എറണാകുളത്ത് വരുന്ന ഭാഗങ്ങൾ, മട്ടാഞ്ചേരി ആ ഭാഗത്തൊക്കെ ചില ഭാഗത്ത് കണ്ടിട്ടുണ്ട്. അത് വെച്ച് ഈ പഴയ കാലത്ത് അണ്ടർ പാസുകളാണ് മെയിനായിട്ട് ഇങ്ങനെ വരിക. അതുപോലെ ചില ഭാഗത്ത് ലെവൽ ക്രോസുകൾ, അതൊക്കെ ഹൈറ്റ് കുറവുള്ളതുണ്ട്. അപ്പോൾ അതിൽ കൂടെ നല്ല ഹൈറ്റുള്ള വണ്ടികൾ, ഇത്ര 2 മീറ്റർ ഗ്യാപ്പ്, 2 മീറ്ററാണ് പരിപാടിയും ഇതുള്ളത്. മാനുവലാണ് താല്പര്യം എന്ന് പറയുമ്പോഴും ഒരു കാര്യമുണ്ട്, ഇനിയുള്ള കാലത്തെല്ലാം ഓട്ടോമാറ്റിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുതുതായിട്ട് ഇറങ്ങുന്ന പല വണ്ടികളും ആകെ ഒരു മോഡലും കണ്ടു കാണും മാനുവൽ, ബാക്കി എല്ലാ വേരിയൻസും ഓട്ടോമാറ്റിക് ആണ്. ശരിക്കും മനുഷ്യനെ മടിയനാക്കുകയാണെന്ന് ഞാൻ പറയുള്ളൂ. കാറ് തന്നെ മനുഷ്യനെ മടിയനാക്കുകയാണ്.
ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഇത്ര സമയത്ത് നമുക്ക് എത്താൻ കാറ് നല്ലൊരു കാര്യമാണ്. പക്ഷേ മെയിനായിട്ട് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം വരെ എപ്പോഴാണെന്ന് അറിയോ, നമ്മൾ നൈറ്റ് ഡ്രൈവിങ്ങിലായിരിക്കും പലപ്പോഴും. കാരണം നൈറ്റ് പ്രത്യേകിച്ച് AC ഒക്കെ ഇട്ട് ഇരിക്കുമ്പോൾ ഗിയറും കൂടി ഇല്ലെങ്കിൽ, ഇപ്പോഴത്തെ കാറുകളാണെങ്കിൽ ക്രൂയിസ് കൺട്രോൾ എല്ലാം ഉണ്ട്. ക്രൂയിസ് കൺട്രോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല, ഇങ്ങനെ ചുമ്മാ ഇരിക്കും, ഉറങ്ങിപ്പോകും. എനിക്ക് ഉറക്കം വന്നിട്ടില്ല. ബട്ട് പ്രത്യേകിച്ച് ഹൈവേയിൽ ഗിയർ ഉണ്ടെങ്കിലും അതിന് വലിയ റോളൊന്നുമില്ല. അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഒരു വളവ് വരുമ്പോൾ ഹൈവേയിലാണെങ്കിലും ഹൈവേയിലൊന്നും ഇപ്പൊ അങ്ങനെ കാര്യമായിട്ട് വളവില്ല, അത്യാവശ്യമൊക്കെ ഉണ്ട്. പിന്നെ ഇടയിൽ ഡിവൈഡറുള്ളതുകൊണ്ട് ആരും ഓപ്പോസിറ്റ് പകല് വരും, പകല് ഒക്കെ സർവീസ് റോഡിലൊക്കെ കയറി വരും, രാത്രി അങ്ങനെ ആരും വരാറില്ല. ഇന്ത്യയിലെ എല്ലാ റോഡുകളിലുള്ള ഒരു ഡ്രൈവർ അലേർട്ടിംഗ് സിസ്റ്റം ഉണ്ടല്ലോ. ഡ്രൈവർ ഉറങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി ഇന്ത്യയിലെ എല്ലാ റോഡുകളിലും ഒരു പ്രത്യേക രീതി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അറിയോ, ഇന്ത്യയിലെ എല്ലാ ഫ്ലൈ ഓവറുകളിലും ഒരു ചാട്ടം ഉണ്ടാവും. സാധാ ബ്രിഡ്ജ്, ഒരു കലിങ്കാണെങ്കിൽ പോലും അവിടെ ചാട്ടം. അത് ശ്രീ ബൈജൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഇങ്ങനെ മാത്രമേ പാലവും ഒരു കൊടുക്കും. അദ്ദേഹം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വണ്ടി ഓടിച്ചിട്ടുള്ള ആളാണല്ലോ. അദ്ദേഹം എപ്പോഴും പറയും ഇന്ത്യക്കാരുടെ പാലം ഡിസൈൻ ചെയ്യാൻ വേണമെങ്കിൽ. അതെ, ചെയ്യാത്തതാണ്. ലോകത്ത് ബാക്കി എല്ലായിടത്തും ഒന്നിടത്തും ഇങ്ങനെ ലോകത്തേക്ക് പോകുന്നു, പാർലി ബ്രിഡ്ജിൽ പോയി നോക്കിയാൽ മതി, അവിടെ കുടുവില്ല. നമ്മുടെ മലേഷ്യക്കാരൻ ഡിസൈൻ ചെയ്ത ഇന്ത്യയിലേക്കുള്ള പാലക്കാടിന്റെ ഒരു മൂലക്കുള്ള കേരളത്തിന്റെ ഒരു മൂലക്കുള്ള പാലക്കാടില് ഉള്ള ഒരു റോഡില്, ഒരു സ്റ്റേറ്റ് ഹൈവേ ആണെന്ന് പറയാം. ആ റോഡിൽ ആ ബ്രിഡ്ജ് ഉണ്ട്, 2 ബ്രിഡ്ജ് ഉണ്ട് അവിടെ. ഒന്ന് പുഴയുടെ കുറുകെയുള്ള ബ്രിഡ്ജും, അത് കഴിഞ്ഞിട്ട് ഒരു റെയിൽവേ ട്രാക്കിന് കുറുകെയുള്ള ബ്രിഡ്ജും പാർലിയില്. ആ 2 ബ്രിഡ്ജിലും ഈ കുടുവില്ല. അതാണെങ്കിലോ അത് പുള്ളി ഫിനിഷ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് ഫിനിഷിംഗ് ടച്ച് ഒരു മേലെ ഒരു കോട്ട ടാറും കൂടി പുള്ളി കൊടുക്കാതിരുന്നതാണ്. അപ്പോഴാണ് ആത്മഹത്യ ചെയ്ത ഭാവം. അതെ, ഈ ഇടയ്ക്ക് അയാൾ ആത്മഹത്യ ചെയ്തില്ല എന്നും പറഞ്ഞ ന്യൂസ് ഒക്കെ വന്നു. സത്യമാണോ ഇല്ലെന്ന് പറഞ്ഞു. റോഡ് 3 കൊല്ലം മുമ്പ് ഹൈക്കോടതി തന്നെ ചോദിച്ചാണ്, കാരണം മഴ പെയ്യുന്നതുകൊണ്ട് കേരളത്തിലെ റോഡുകൾ തകർന്നു എന്ന് പറഞ്ഞപ്പോൾ പാലക്കാട് കുളപ്പുറം റോഡിൽ മഴ പെയ്യുന്നില്ല എന്ന് ചോദിച്ചു. എത്ര പ്രളയം കഴിഞ്ഞതാണ്. അതെ, ഒരു പ്രശ്നം അവിടെ വന്നിട്ടില്ല, അവിടെ മെയിൻ്റനൻസ് നടന്നിട്ടില്ല. ബാക്കി എല്ലാ റേഡിലും കൊല്ലം മെയിൻ്റനൻസുകളാണ്. മെയിൻ്റനൻസ് നടക്കാൻ അവിടെ എന്തെങ്കിലും കുഴപ്പം വരണ്ടേ, വന്നാലല്ലേ മെയിൻ്റനൻസ് നടത്താൻ പറ്റുള്ളൂ. അതെ, അത് തന്നെ ഈ പറഞ്ഞ രീതിയിൽ അദ്ദേഹം ഫൈനൽ ഫൈനൽ ഒരു കോട്ട് ടാർ ഇടണമെന്നാണ് പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നത്. അത്ര എത്താതെ തന്നെ ഈ 20 കൊല്ലമായിട്ട് അവിടെ പ്രശ്നം വന്നിട്ടില്ല, ഒരു പ്രശ്നമില്ല. മറ്റേത് ഇവിടെ നമുക്ക് അതായത് വർഷം നമുക്കിങ്ങനെ ഫണ്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ പലപ്പോഴും സംഭവിക്കും, ഒരു റോഡ് ഉണ്ടാക്കും, ആ റോഡ് ഉണ്ടാക്കി ടാർ ഉണങ്ങിയിട്ടുണ്ടാവില്ല, അപ്പോഴേക്കും വന്ന് വാട്ടർ അതോറിറ്റി അങ്ങ് കുത്തിപ്പൊളിക്കും. അല്ല, അവിടെ അതിനും പറ്റില്ല. അതെ, അവിടെ അതിന് കറക്റ്റ് ഡക്ട് ഇട്ടിട്ടുണ്ട്. റോഡ് കുത്തിപ്പൊളിക്കാൻ ഞാൻ 2023 നമ്മുടെ കോഴിക്കോട് ബൈപ്പാസ് റോഡിൽ നേരിട്ട് കണ്ട സംഭവമാണ്. ഇതേപോലെ മാർച്ച് എൻഡൊക്കെ ആയപ്പോൾ ആ റോഡ് മുഴുവൻ അവർ പണി ചെയ്തു, നല്ല പക്കയായിട്ട് ടാറൊക്കെ ഇട്ട് മിനുക്കി എടുത്തു. ഓക്കെ, ഒരാഴ്ച കഴിഞ്ഞില്ല, അവിടെ ബാരിക്കേഡും വെച്ചിട്ട് വാട്ടർ അതോറിറ്റിയുടെ പണി. അല്ല, എന്താന്ന് വെച്ചാൽ PWDക്ക് മാർച്ച് എൻഡാണ് അവരുടെ ഫണ്ട് തീർക്കണം. വാട്ടർ അതോറിറ്റിക്ക് അതുപോലെ ഫണ്ട് തീർക്കാനുണ്ടേ. ആദ്യം അവര് തീർത്തിട്ട് വീട് തീർത്താൽ പോരായിരുന്നോ? ഇത് പുതിയ റോഡ്, അത് അത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. മാർച്ച് ആകുമ്പോൾ ഒരു ഫണ്ട് തീർക്കണം. ഒന്നാമത് ആ റോഡ് അത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നാലും അവര് നല്ലോണം ചെറിയ കുറച്ച് കുഴിയും പാച്ച് വർക്കും ഉണ്ടായിരുന്നു. ആ പാച്ച് മുഴുവൻ കുത്തിപ്പൊളിച്ചിട്ട് അവർ പുതിയ ടാർ ഇട്ടതാണ്. പാലക്കാട് കൊടുവായൂർ റോഡ് അവിടെയും സെയിം പ്രശ്നം, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത റോഡാണ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് അറിയും അത് മുഴുവൻ കുത്തിപ്പൊളിക്കാൻ. കണാശ്ശേരി പോകുന്ന റോഡ് ഒരു കാലത്തും നേരെയായിട്ടില്ല. അവിടെ ഇടയ്ക്കൊരു കുഴി അടക്കലല്ലാണ്ട് നേരെ ചൊവ്വ ഡ്രൈവ് ചെയ്യാനില്ല. നല്ല റോഡ് പിന്നെയും പണിയെടുക്കാം, കാരണം പിന്നെ അവിടെ വലിയായിട്ടൊന്നും ചെയ്യാൻ. എനിക്ക് പലപ്പോഴും തോന്നിയില്ല ഇവര് തമ്മിൽ ഒരു കോർഡിനേഷൻ ആണെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. കാരണം PWD പണിയെടുത്ത് കഴിഞ്ഞ അപ്പൊ തന്നെ എനിക്ക് വീണ്ടും പണി വരുമല്ലോ. അത് മാത്രമല്ല, റോഡ് കേടുവന്നാ പറയാല്ല, അത് മറ്റൊരു കുത്തിപ്പൊളിച്ചിട്ടാ. അതെ, റോഡിന്റെ ലൈഫിന് പിന്നെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞേക്കാൻ ഒരു കാരണമല്ലോ. അത് പിന്നെ വാട്ടർ അതോറിറ്റി മാത്രമല്ല, വാട്ടർ അതോറിറ്റി കഴിയുമ്പോൾ അടുത്ത് BSNL വരും. അത് കഴിയുമ്പോൾ ചില ഭാഗത്ത് KSEB അണ്ടർഗ്രൗണ്ട് കേബിൾ വരുന്നുണ്ട്. അതിന് മുഴുവനായി കഴിയുമ്പോൾ പിന്നെ അവരുടെ അത് കഴിയുമ്പോഴേക്ക് ഗെയിൽ പൈപ്പ് ലൈൻ വരും. പൈപ്പ് ലൈൻ ഇപ്പോ അത് പക്ഷേ ഈ റോഡുകൾ വഴി പോകുന്നില്ല, അതുകൊണ്ട് റോഡ് കുത്തിപ്പൊളിക്കാൻ പറ്റില്ല. അത് കഴിയുന്നത് ഈ ആളൊഴിഞ്ഞ ഭാഗങ്ങളിൽ കൂടെ പോകും. ടൗണിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ റോഡില്ലാത്ത ഭാഗം നോക്കിയേ വരുള്ളൂ. അതുകൊണ്ട് റോഡ് കുത്തിപ്പൊളിക്കാൻ പറ്റില്ല. അതിന് ഭാവിയിൽ ഉടനെ ഒരു ഇന്നോവയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നാൽ യാത്രയൊക്കെ പോവാം. അതുവരെ തൽക്കാലമുള്ള വാഗണാറിൽ നമുക്ക് യാത്ര തുടരാം. ഓക്കെ.